എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ഒരു ഈസി ഫ്രൂട്ട് മിൽക്ക് പുഡിംഗ് ആണ്. മാംഗോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് എടുക്കേണ്ടത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആണ്. ഇതിപ്പോൾ കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആണ്. ഇത് വേണമെന്നില്ല. സാധാരണ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒരു ചെറിയ പാക്കറ്റ് അല്ലെങ്കിൽ ഒരു 10 എണ്ണം നന്നായി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഇതൊരു പുഡിംഗ് ട്രേ, ഏത് ട്രേയിലാണോ നിങ്ങൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇതില്ലാത്തവർക്ക് തേങ്ങ നന്നായി ഒന്ന് ചിരവിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ച് എടുത്ത് ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സെറ്റാക്കി വയ്ക്കാം. ഈ ഒരു പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ ബിസ്ക്കറ്റ് ലെയറാണ്. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ലെയർ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നന്നായി സെറ്റാവും. ഇനി ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു ബൗളിൽ കുറച്ച് നേരം കുതിർത്തി വയ്ക്കുക. ഒരു 15 മിനിറ്റ് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തൊന്ന് കുതിർത്തി വയ്ക്കണം. ഇതിലേക്ക് മിൽക്ക് ലെയർ തയ്യാറാക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടി ഒരു പാനിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് അതേ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ടോട്ടലായിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ചൈന ഗ്രാസ് ചൂടായി മെൽറ്റായി വരുന്ന അതേ സമയത്ത് തന്നെ പാല് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. 1/2 ലിറ്റർ അല്ലെങ്കിൽ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാല് തയ്യാറായി വന്നതിന് ശേഷം ചെറിയ തീയിലേക്ക് വയ്ക്കാം. അതിനുശേഷം മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ മിക്സ് കൂടി ഒന്ന് അരിപ്പയിൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരെ ഒഴിച്ചതിന് ശേഷം മിക്സ് ആക്കിയതിന് ശേഷവും അരിച്ചെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആദ്യമേ തന്നെ അരിച്ചൊഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ചൂടോടെ തന്നെ ഇത് മിക്സ് ആക്കിയെടുക്കണം. ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചൂട് മാറണ്ട അതിലേക്ക് ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. നട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാംഗോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത മാംഗോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ പുഡിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം ഒന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് മധുരം ചേർക്കാം. ഇനി നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലേക്ക് അതേ ചൂടോടെ തന്നെ നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. ഒരുപാട് പുളി ഇല്ലാത്ത മാങ്ങ നോക്കിയെടുക്കുക. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ഏത് ഫ്രൂട്ട് എടുത്താലും പുളി കുറഞ്ഞ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പുറത്ത് തന്നെ വെക്കുക. പുറത്ത് തന്നെ വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രം, ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 2-3 മണിക്കൂർ നല്ലതുപോലെ തണുത്തതിന് ശേഷം എടുത്ത് സെർവ് ചെയ്യാം.
അപ്പോൾ നല്ല ഒരു പുഡിങ്ങാണ് ഈ ചൂടുകാലത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.